കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന, മനഃപൂർവ്വം സംശയനിഴലിൽ നിർത്താനുള്ള ശ്രമം, ഇതിനെല്ലാം പുറമെ നിരവധി ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലേക്ക് തള്ളിവിടുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ PSCക്കെതിരെ UDF സർക്കാർ ഇപ്പോൾ നടത്തുന്ന നീക്കം. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയുടെ മൂല്യനിർണ്ണയത്തിൽ സാങ്കേതിക പിഴവുണ്ടെന്ന് കണ്ടെത്തി ആഭ്യന്തര വിജിലൻസിന് അന്വേഷണം കൈമാറിയിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക പിഴവിനെ അട്ടിമറിയാക്കി മാറ്റാനുള്ള വ്യാജ പ്രചാരണങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അതിനെ ഊതി വീർപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ ചില മുഖ്യധാര മാധ്യമങ്ങളും. ഒറ്റപ്പെട്ട സംഭവത്തെ പുകമറ സൃഷ്ടിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ കൊണ്ടുവന്നതോടെ സ്ഥിരം ജോലി എന്നതിപ്പോൾ സാങ്കല്പിക മാത്രമായി മാറി. അഗ്നിപഥ് എന്ന പദ്ധതിയിലൂടെ സൈന്യത്തിലടക്കം കരാർ നിയമനത്തിൽ മോദി സർക്കാർ തുടക്കമിടുകയും ചെയ്തു. കേരളം ഒഴികെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും കരാർ നിയമനങ്ങളാണ് നടക്കുന്നതെന്നാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ഭരണത്തിലിരുന്നപ്പോൾ 3.09 ലക്ഷം സ്ഥിര നിയമനമാണ് PSC വഴി നടത്തിയത്. അതായത് ആദ്യ 5 വർഷത്തിൽ 1,61,268 നിയമനവും രണ്ടാം സർക്കാരിന്റെ കാലത്ത് 1,48,654 നിയമനങ്ങളും നടന്നു. രാജ്യത്തെ PSCകൾ വഴി 100 നിയമനം നടക്കുമ്പോൾ അതിൽ 60 എണ്ണവും നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ സംസ്ഥാനത്ത് ഭരണമാറ്റം വന്നതോടെ വസ്തുതകൾ മറച്ചുവെച്ച് വ്യാജ പ്രചാരണങ്ങൾ പടച്ചുവിടാനാണ് UDFന് ഉത്സാഹം. സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും അജണ്ടയാക്കിയവരാണ് ഈ പറയുന്നതെന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ സ്ഥിരം നിയമനങ്ങൾ അവസാനിപ്പിക്കുക എന്നത് UDFന്റെ ആവശ്യമാണ്. വളരെയധികം സൂക്ഷ്മതയോടെയാണ് PSC നിയമനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ ഉത്തരക്കടലാസ് നൽകാൻ വൈകിയെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തസ്തികകളിലേക്ക് പൊതുപരീക്ഷ നടത്തുന്ന സാഹചര്യത്തിൽ എല്ലാ തസ്തികകളുടെയും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ഉത്തരക്കടലാസിന്റെ പകർപ്പ് നൽകൂ. സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന PSC ക്രെഡിറ്റ് സൊസൈറ്റി, ക്യാൻറ്റീൻ സൊസൈറ്റി എന്നിവയിൽ ക്യാൻറ്റീനിലെ പാചക തൊഴിലാളിയും സപ്ലയറും എല്ലാം ദിവസവേതനക്കാരാണ്. മാത്രമല്ല സൊസൈറ്റികളുടെ താൽക്കാലിക നിയമനം നടത്തുന്നത് ഇവിടങ്ങളിലെ ഭരണസമിതിയാണ്. ഇനി PSC ഓഫീസിലെ താൽക്കാലിക തസ്തിക നികത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ്. അർഹരായവരുടെ പട്ടിക സീനിയോറിറ്റി പ്രകാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൈമാറും. അതിൽ നിന്ന് അഭിമുഖം നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാണ് നിയമനം. ഇതൊന്നും PSC ചെയർമാനോ അംഗങ്ങളോ നടത്തുന്നതല്ല. PSC അംഗങ്ങൾക്ക് കനത്ത ശമ്പളം എന്നൊക്കെ പറഞ്ഞും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവും PM ശ്രീയുമെല്ലാം കത്തി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് ആർക്കും മനസ്സിലാക്കും. ഇവരുടെ ബാലിശമായ വാക്കുകൾക്ക് പ്രചാരം നൽകാൻ പത്രങ്ങളും മാധ്യമങ്ങളും. തൊഴിലന്വേഷിക്കുന്നവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഈ നടക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യങ്ങൾ മറച്ചുവെച്ച് ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളും ബോധവാന്മാരാകണം.